ഹലോ എല്ലാവർക്കും ബയോളൻ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നീറ്റ് എക്സാമിന് കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. എന്താണ്? ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മളൊരു നീറ്റ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 3 ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, മറ്റൊന്ന് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഈ 3 ടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് വളരെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു പോർഷനിലത്തെ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുമ്പോൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട ചില പോയിൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓൾഡസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഓൾഡസ്റ്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ്. ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഓൾഡസ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഈസിലി ആയിട്ട് കിട്ടുന്ന ക്യാരക്ടേഴ്സ് മാത്രമാണ് ഇവർ പരിഗണിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസിക്കുന്ന സ്ഥലത്തിനനുസരിച്ചിട്ട് നമ്മൾ ജീവികളെ തരംതിരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കരയിൽ ജീവിക്കുന്നവ, അല്ലെങ്കിൽ ജലത്തിൽ ജീവിക്കുന്നവ, അല്ലെങ്കിൽ ഏരിയൽ ലൈഫ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ജീവികൾ. അപ്പോൾ ടെറസ്ട്രിയൽ, അക്വാട്ടിക് ആൻഡ് ഏരിയൽ ലൈഫ്, അങ്ങനെ ജീവികളെ വർഗീകരിക്കുക. അല്ലെങ്കിൽ ചുവന്ന രക്തമുള്ളവ, അല്ലെങ്കിൽ ചുവന്ന രക്തമില്ലാത്തവ, അങ്ങനെ ഒരു ക്യാരക്ടർ മാത്രം പരിഗണിച്ചിട്ട് ജീവികളെ തരംതിരിക്കുക. ഓക്കെ, പിന്നെ അതുകൊണ്ട് തന്നെ ഈ 1-2 ക്യാരക്ടേഴ്സ് മാത്രമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ആ ജീവികളുടെ ഒറിജിനെ പറ്റിയിട്ടോ, ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ഓക്കെ, ഏത് ജീവിയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണോ, അവർ ഇവല്യൂഷൻ പരിണാമ സിദ്ധാന്ത പ്രകാരം അവർ ഏത് ജീവിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഉള്ളത് എന്നൊന്നും നമുക്ക് അതിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ലിനേയസ്. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ലിനേയസ് ഫോളോ ചെയ്തിട്ടുള്ള സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഫൈൻ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു ഫ്യൂ ക്യാരക്ടേഴ്സാണ് ഇതിന് വേണ്ടി പരിഗണിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഇതിൽ ജീവികളെ തരംതിരിക്കാൻ വേണ്ടി പറ്റും അല്ലേ. അതുപോലെ തന്നെ വളരെ ലെസ് ടൈം കൺസ്യൂമിങ് ആണ്. അതായത് വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ കുറേ എക്യുപ്മെൻറ്റ്സ് ഒന്നും വേണ്ട, മൈക്രോസ്കോപ്പോ അങ്ങനെയുള്ള ഒരു എക്യുപ്മെൻറ്റ്സും വേണ്ട ആവശ്യമില്ല. കാരണം ഈസിലി ഒബ്സർവബിളായിട്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് മാത്രമാണ് ഇതിൽ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ലെസ് എക്യുപ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. ഓക്കെ, പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിത് എല്ലാ കാര്യങ്ങളും എല്ലാ ജീവികളിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന ജീവി ഇന്ന കാറ്റഗറിയിൽ ഉൾപ്പെടും എന്ന് നമുക്ക് ബോൾഡായിട്ടുള്ള ഒരു പ്രെഡിക്ഷൻ നടത്താൻ വേണ്ടി പറ്റില്ല അല്ലേ. അവർ തമ്മിൽ എന്താണ് കോറിലേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു ജീവിയും മറ്റൊരു ജീവിയും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അവർ തമ്മിലുള്ള ബന്ധമുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഓർത്ത് വെക്കേണ്ടത്? ഓൾഡസ്റ്റ് ആണ്, ഫസ്റ്റ് അപ്രോച്ചാണ്, തിയോഫ്രാസ്റ്റസ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ള ഫ്യൂ ക്യാരക്ടേഴ്സ് മാത്രമാണ് ഇതിന് പരിഗണിക്കുന്നത്. പിന്നെ ചെയ്തിട്ടുള്ളത് എന്താണ്? ലിനേയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അടുത്തത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനെ പറ്റി പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു പോയിൻ്റ്, മെനി ക്യാരക്ടറിസ്റ്റിക്സ് ആർ യൂസ്ഡ് ഫോർ ക്ലാസിഫൈയിങ്.
ഓക്കെ, നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം പറഞ്ഞു. ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ ഫ്യൂ ക്യാരക്ടേഴ്സ് ആണ്. നാച്ചുറൽ സിസ്റ്റത്തിൽ മെനി ക്യാരക്ടറിസ്റ്റിക്സ് ആർ യൂസ്ഡ് ഫോർ ക്ലാസിഫയിങ് ഓർഗാനിസം. ഓക്കെ, അത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ബെന്താം ആൻഡ് ഹൂക്കർ എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞന്മാരാണ്. ഓക്കെ, ബെന്താം ആൻഡ് ഹൂക്കർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരാണ് ഇത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെനി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കണം. അതായത് അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവിയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ എല്ലാം അനലൈസ് ചെയ്തിട്ട് അവരെ തരംതിരിക്കുക. അല്ലെങ്കിൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, മോർഫോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, അതായത് അതായത് പുറം ഭാഗങ്ങളിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, നമുക്ക് കാണാൻ പറ്റുന്ന പുറത്ത് എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ്, സ്ട്രക്ചർ, ആ കാര്യങ്ങളൊക്കെയാണ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിൽ വരുന്നത്. ഓക്കെ, ഫിസിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡൈജഷൻ, അതുപോലെ റെസ്പിറേഷൻ, അതുപോലെയുള്ള ലൈഫ് പ്രോസസ്സുകൾ, അവരുടെ ബയോളജിക്കൽ പ്രോസസ്സുകൾ, ഓക്കെ, അവരുടെ ശരീരത്തിൽ ഉള്ള ബയോളജിക്കൽ പ്രോസസ്സ് തമ്മിലുള്ള എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇതൊക്കെയാണ് പരിഗണിക്കുന്നത്. ഓക്കെ, റീപ്രൊഡക്ഷൻ ഏത് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനാണ്, ഡെവലപ്മെൻറ്റ് എന്ത് തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ആണ് അവരുടെ, അതായത് എംബ്രിയോ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെയാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ പരിഗണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒറിജിനെ പറ്റിയിട്ടും ഇവല്യൂഷനെ പറ്റിയിട്ടും അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടില്ല. എങ്കിലും ഒരു നാച്ചുറൽ റിലേഷൻഷിപ്പ് അവർ എങ്ങനെയാണ് കാണാൻ, അവരുടെ ഇൻറ്റേർണൽ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ്, അവരുടെ മോർഫോളജി എങ്ങനെയാണ്, അവരുടെ ബയോകെമിസ്ട്രി എന്താണ് എന്നുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അവർ എങ്ങനെയാണ് നാച്ചുറലി എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് അവർ തമ്മിലുള്ളത്, ജീവികൾ തമ്മിലുള്ളത് എന്ന് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ടത് പ്രൊപ്പോസ്ഡ് ബൈ ബെന്താം ആൻഡ് ഹൂക്കർ, പിന്നെ മെനി ക്യാരക്ടറിസ്റ്റിക്സ് ആർ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുകയാണെങ്കിൽ, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. കൂടുതൽ ക്യാരക്ടേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലേ? പിന്നെ ഒരു ഓർഗാനിസത്തിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറും മറ്റൊരു ഓർഗാനിസത്തിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷന് പോസിബിലിറ്റി ഉണ്ട്, അല്ലേ? അതായത് ഇവർ തമ്മിലുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചർ, മോർഫോളജി, അതുപോലെ ബയോകെമിസ്ട്രി, അവരുടെ സെല്ലിൻ്റെ സ്ട്രക്ചർ, സൈറ്റോളജി എല്ലാം കുറച്ച് സിമിലറായിട്ട് വരികയാണെങ്കിൽ അവർ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നമുക്ക് ചിലപ്പം ഉൾപ്പെടുത്താം എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഊഹിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ ചെക്ക് ചെയ്യാനുണ്ട്. അതായത് അനാട്ടമി ചെക്ക് ചെയ്യണം, മോർഫോളജി ചെക്ക് ചെയ്യണം, ബയോകെമിസ്ട്രി ചെക്ക് ചെയ്യണം. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ ടൈം നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി കോംപ്ലെക്സിറ്റി ലെവൽ കൂടുതലാണ്. ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ ഫൈലോജനറ്റിക് സിസ്റ്റത്തിൽ എന്താണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാച്ചുറൽ സിസ്റ്റത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, അതായത് നാച്ചുറൽ പിന്നെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അനാട്ടമിയും മോർഫോളജിയും ബയോകെമിസ്ട്രിയും ഫിസിയോളജിയും എല്ലാം പരിഗണിച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ആ തരത്തിലുള്ള എല്ലാ സ്റ്റഡികളും നമ്മൾ ഈ ഫൈലോജനറ്റിക്സ് സിസ്റ്റത്തിലും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഇവല്യൂഷണറി ഈ ഓർഗാനിസംസ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഏത് ജീവിയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് ഈ ഒരു പുതിയ ജീവി വന്നിട്ടുള്ളത്, അവർ എങ്ങനെയാണ് ഇവല്യൂഷണറിലി റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നും കൂടി ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പരിഗണിക്കും. അതുപോലെ തന്നെ ജനറ്റിക്കലി, അതായത് DNA ലെവൽ വരെയുള്ള ജനറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷനും നമ്മൾ അതിൽ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. അതായത് ഫൈലോജനറ്റിക് സിസ്റ്റത്തിൽ എല്ലാം നാച്ചുറൽ റിലേഷൻഷിപ്പും ഇവല്യൂഷണറി റിലേഷൻഷിപ്പും ജനറ്റിക്
റിലേഷൻഷിപ്പും പരിഗണിച്ചിട്ടാണ് ജീവികളെ നമ്മൾ തരംതിരിക്കുന്നത്. ഓക്കെ, ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്നതല്ല, ഇതിൽ മെയിനായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംഗ്ലർ ആൻഡ് പ്രാൻറ്റലിൻ്റെ സിസ്റ്റമാണ്. ഓക്കെ, എംഗ്ലർ ആൻഡ് പ്രാൻറ്റൽ എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഇതിൻ്റെ ഒറിജിൻ, ഒരു ഓർഗാനിസത്തിൻ്റെ ഒറിജിൻ ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മളെല്ലാ ക്രൈറ്റീരിയയും പരിഗണിച്ചിട്ടാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ എലിമിനേറ്റ്സ് മോർ കൺഫ്യൂഷൻസ്. പിന്നെ മാക്സിമം ആയിട്ട് നമുക്ക് പ്രെഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇതെല്ലാം മാച്ചിങ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു ജീവി ഇന്ന കാറ്റഗറിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ കുറേ ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യുന്നുണ്ട്. മാക്സിമം ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിയിട്ടാണ് ജീവികളെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ കാറ്റഗറി ചെയ്യുന്നത്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ 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 കോംപ്ലെക്സ് ആണ്, കുറേ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പിന്നെ ലോങ് ടേം റിസർച്ച് നമുക്ക് ഇതിനു വേണ്ടി ചെയ്യേണ്ടി വരും ഒരു ജീവിനെ തരംതിരിക്കണമെങ്കിൽ. അതായത് ഇത്രയും സ്റ്റഡീസ് നടത്തിയതിന് ശേഷം മാത്രമാണ് നമുക്കൊരു ജീവിനെ നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ കുറേ എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും. അതായത് കൂടുതൽ അനാട്ടമിയും മോർഫോളജിയും ബയോകെമിസ്ട്രിയും എല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ എക്യുപ്മെൻറ്റ്സ് അതിന് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഉള്ളത്. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് തിയോഫ്രാസ്റ്റസ് ആണ്. നാച്ചുറൽ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് ബെൻതാം ആൻഡ് ഹൂക്കർ. ഓക്കെ, ഫൈലോജനറ്റിക് സിസ്റ്റം കൊണ്ടുവന്നത് എംഗ്ലർ ആൻഡ് പ്രാൻറ്റൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. ഏത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം. നാച്ചുറൽ സിസ്റ്റം ബേസ്ഡ് ഓൺ മെനി ക്യാരക്ടേഴ്സ്. അതായത് ആർട്ടിഫിഷ്യലിൽ വെരി ഫ്യൂ ക്യാരക്ടർ, നാച്ചുറൽ സിസ്റ്റത്തിൽ മെനി ക്യാരക്ടേഴ്സ്, ഫൈലോജനറ്റിക് സിസ്റ്റത്തിൽ നാച്ചുറൽ, ഇവല്യൂഷണറി ആൻഡ് ജനറ്റിക് ക്യാരക്ടേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ ഡസ് നോട്ട് ഗിവ് എനി ഐഡിയ ഓൺ ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് ടാക്സ. ഇത് ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ കൂടുതലൊന്നും ഒറിജിനെ പറ്റിയിട്ടും നമുക്ക് ഇവല്യൂഷനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടില്ല. നാച്ചുറൽ സിസ്റ്റത്തിൽ ഇവല്യൂഷനെ പറ്റിയിട്ടും ഒറിജിനെ പറ്റിയിട്ടും ഇൻഫർമേഷൻ കിട്ടില്ല എങ്കിലും നമുക്ക് നാച്ചുറൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഐഡിയ നമുക്ക് അതിൽ കിട്ടും. ഏതിൽ? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ. ഓക്കെ, പിന്നെ ഫൈലോജനറ്റിക് സിസ്റ്റത്തിൽ എന്താണ്, നമുക്ക് കറക്റ്റായിട്ടുള്ള ഒറിജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇവല്യൂഷനെ പറ്റിയിട്ടും ആ ജീവി എവിടെ നിന്ന് ഇവോൾവ് ചെയ്തു എന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള നല്ല കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഫൈലോജനറ്റിക് സിസ്റ്റത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാലോ. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കിനി ഡിസ്കസ് ചെയ്താൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ യൂസ്ഡ് ബൈ ലിനേയസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഏതാണ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ യൂസ്ഡ് ബൈ ലിനേയസ്? ഏതാണ് നമ്മൾ പറഞ്ഞു? ഏതാണ്? ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലാണ് ലിനേയസ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞതാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ. നമ്മളെ ഓപ്ഷൻസ് നോക്കിയാൽ ഹാബിറ്റ്സ്, യൂട്ടിലിറ്റേറിയൻ സിസ്റ്റം, ഓവറോൾ സിമിലാരിറ്റീസ്, കോമൺ ഇവല്യൂഷണറി ഡിസെൻറ്റ്. അപ്പോൾ നമ്മൾ ഏതിലാണ് പിന്നെ ഫൈലോജനറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ ഇവല്യൂഷണറി റിലേഷൻഷിപ്പും കൂടി പരിഗണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്, കോമൺ ഇവല്യൂഷണറി ഡിസെൻറ്റാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് അവർ ബേസ് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയ. ഓക്കെ, എ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ വിച്ച് എ ലാർജ് നമ്പർ ഓഫ് ട്രേറ്റ്സ് ആർ കൺസിഡേർഡ്.
അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ട്രേറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏതിലാണ്? എല്ലാ ക്യാരക്ടേഴ്സും കൺസിഡർ ചെയ്യുന്ന ഏതാണ്? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലാണ് അല്ലേ. മെനി ക്യാരക്ടറിസ്റ്റിക്സ് ആർ യൂസ്ഡ് ഏതിൽ? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫൈ പ്ലാന്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് ഏതാണ്? 1 or 2 ക്യാരക്ടേഴ്സ്, ഫൈലോജനറ്റിക് ട്രെൻഡ്സ്, മെനി നാച്ചുറലി എക്സിസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, നൺ ഓഫ് ദീസ്. ഏതാണ്? ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫൈ പ്ലാന്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് ഏതാണ്? വെരി ഫ്യൂ ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? വെരി ഫ്യൂ ക്യാരക്ടേഴ്സ്. വെരി ഫ്യൂ ക്യാരക്ടേഴ്സ് എന്നതാണ് നമുക്ക് ആൻസർ. 1 or 2 ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ. ക്ലാസിഫിക്കേഷൻ ഗിവൺ ബൈ ബെന്താം ആൻഡ് ഹൂക്കർ ഈസ് ഏതാണ്? ബെന്താം ആൻഡ് ഹൂക്കർ കൊണ്ടുവന്നിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഏതാണ്? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തതാണ് അല്ലേ. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് ബെന്താം ആൻഡ് ഹൂക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ നാച്ചുറൽ സിസ്റ്റം ഓഫ് പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്താണ്? നാച്ചുറൽ സിസ്റ്റവും ആർട്ടിഫിഷ്യൽ സിസ്റ്റവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ, കൺസിഡേഴ്സ് ഓൺലി വൺ വെജിറ്റേറ്റീവ് ക്യാരക്ടർ, കൺസിഡേഴ്സ് ഓൾ ദി സിമിലാരിറ്റീസ് ബിറ്റ്വീൻ പ്ലാന്റ്സ്, കൺസിഡേഴ്സ് ഓൺലി വൺ ഫ്ലോറൽ ക്യാരക്ടർ, ഓൾ ഓഫ് ദി എബവ്. ഏതാണ്? നാച്ചുറൽ സിസ്റ്റവും ആർട്ടിഫിഷ്യൽ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമുക്കറിയാം ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ ഓൺലി വൺ ക്യാരക്ടറാണ്, വൺ വെജിറ്റേറ്റീവ് ക്യാരക്ടറാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ പരിഗണിക്കുന്നത് അല്ലേ. പിന്നെ ഓൺലി വൺ ഫ്ലോറൽ ക്യാരക്ടറാണ് പിന്നെ ഇതിൽ പ്ലാന്റ് ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറൽ സിസ്റ്റത്തിലാണ് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റീസും എല്ലാം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇതിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ കൂടുതലായിട്ടുള്ള നോളജ് കിട്ടും, കൂടുതൽ തറവാവും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.